കിങ്സ് ലാൻഡിംഗിലെ രാജകീയമായ ത്രോൺ റൂം, ഇരുമ്പും രക്തവും കൊണ്ട് ചരിത്രം രചിക്കപ്പെട്ട ആ വലിയ മുറിയിൽ ഇന്ന് മറ്റൊരു കിരീടധാരണത്തിന് വേദിയൊരുങ്ങുകയാണ്. അന്തരീക്ഷത്തിൽ കനത്ത മൗനവും ഒപ്പം ഭക്തിനിർഭരമായ മന്ത്രധ്വനികളും മാത്രം. സപ്തദൈവങ്ങളുടെ പ്രതിപുരുഷനായ ഹൈസെപ്റ്റൺ കിരീടാവകാശിയായ ടോമൻ ബറാത്തിയണിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭയവും ആകാംക്ഷയും നിറഞ്ഞ കണ്ണുകളോടെ, എന്നാൽ രാജകീയ പ്രൗഢി കൈവിടാതെ ടോമൻ നിൽക്കുന്നു. പിന്നിൽ സ്വർണ്ണകവചമണിഞ്ഞ് ജാഗ്രതയോടെ സർ ജെയ്മെ ലാനിസ്റ്റർ കാവൽ നിൽപ്പുണ്ട്. ഹൈസെപ്റ്റൺ തന്റെ കൈകൾ ഉയർത്തി ഗൗരവപൂർവ്വം പ്രാർത്ഥന ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ശബ്ദം ആ വലിയ ഹാളിൽ മുഴങ്ങി. സെവനിന്റെ വെളിച്ചത്തിൽ ഹൌസ് ബറാത്തിയണിലെ ടോമനെ ഞാനിതാ ഫസ്റ്റ് ഓഫ് ഹിസ് നെയിമായി പ്രഖ്യാപിക്കുന്നു. കിങ് ഓഫ് ദി ആൻഡൽസ് ആൻഡ് ദ ഫസ്റ്റ് മെൻ ആൻഡ് ലോർഡ് ഓഫ് ദ 7 കിങ്ഡംസ്. അവൻ ദീർഘകാലം വാഴട്ടെ. സദസ്സ് ഒന്നടങ്കം ഏറ്റുവിളിച്ചു, അവൻ ദീർഘകാലം വാഴട്ടെ. ആരവങ്ങൾക്കിടയിൽ ടോമൻ തലകുനിച്ചു വണങ്ങി. ജനക്കൂട്ടത്തിന്റെ ആർപ്പുവിളികൾക്കിടയിൽ മാർഗേരി ടൈറലും ടോമനും പരസ്പരമൊന്നു നോക്കി. ആ നോട്ടത്തിൽ ഒരു പുതിയ സഖ്യത്തിന്റെ, ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയുണ്ടായിരുന്നു. എന്നാൽ ആ നോട്ടം ഒട്ടും തൃപ്തികരമല്ലാത്ത ഒരാൾ അവിടെയുണ്ടായിരുന്നു, സെർസി ലാനിസ്റ്റർ. അവളുടെ കണ്ണുകൾ മകനിലും അവനെ വലയിലാക്കാൻ ശ്രമിക്കുന്ന മാർഗേരിയിലും തറഞ്ഞുനിന്നു. പിന്നീട് സെപ്റ്റിലെ വലിയ ഹാളിൽ ടോമൻ ഉപവിഷ്ടനായി. രാജാവിനെ വണങ്ങാനായി പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെ അവിടെയുണ്ട്. ഗ്രാൻഡ് മേസ്റ്റർ പൈസലും വാരീസും മുന്നോട്ടു വന്നു. ഇതിനിടയിൽ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് മാർഗേരിയും ടോമനും വീണ്ടും പുഞ്ചിരികൾ കൈമാറുന്നത് സെർസി ശ്രദ്ധിച്ചു. തന്റെ മകന്റെ ശ്രദ്ധ കൈപ്പിടിയിലൊതുക്കുന്ന ആ യുവറാണിയെ ലക്ഷ്യമാക്കി സെർസി നടന്നു. സെർസി മാർഗേരിയുടെ അരികിലെത്തി. അവൻ ആ സിംഹാസനത്തിലിരിക്കുന്നത് കണ്ടാൽ അതിനായി ജനിച്ചതാണെന്ന് തോന്നും. സെർസിയുടെ സ്വരം അല്പം കടുത്തു. നീ ഇപ്പോഴും ജോഫ്രിയെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടോ? മാർഗേരി തലകുനിച്ചു. അദ്ദേഹം എന്റെ ഭർത്താവായിരുന്നു, എന്റെ രാജാവ്. സെർസി ഒരു നിമിഷം മൗനമായിരുന്ന ശേഷം പറഞ്ഞു, അവൻ നിനക്കൊരു പേടി സ്വപ്നമായേനെ. മാർഗേരി ഞെട്ടലോടെ നോക്കി. അവൻ എന്തായിരുന്നുവെന്ന് നിനക്ക് കൃത്യമായി അറിയാമായിരുന്നു. നിന്റെ ആദ്യത്തെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതുപോലെ ലോകത്തിൽ മറ്റൊന്നിനെയും നീ സ്നേഹിക്കില്ല. അവർ എന്തു ചെയ്താലും അത് കാര്യമാക്കില്ല. പക്ഷേ അവൻ ചെയ്തത്, അത് എന്നെ ഞെട്ടിച്ചു. ടോമൻ വെറുമൊരു കുട്ടിയാണ്. അവസാനമായി ഒരു മാന്യനായ രാജാവ് ആരായിരുന്നുവെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ആ സിംഹാസനത്തിലിരിക്കാൻ യോഗ്യനായ ആദ്യത്തെയാൾ അവനായിരിക്കും. സെർസി അവളെ ഉറ്റുനോക്കി പറഞ്ഞു, രാജ്ഞിയാകാൻ നിനക്കിപ്പോഴും താൽപ്പര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. മാർഗേരി ആശ്ചര്യത്തോടെ അഭിനയിച്ചു. അടുത്തതെന്താണെന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുപോലുമില്ല. തീർച്ചയായും അതൊരു വലിയ ബഹുമതിയായിരിക്കും. പക്ഷേ എനിക്ക് എന്റെ പിതാവിനോട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടിവരും. സെർസി ചിരിയോടെ പറഞ്ഞു, അതെ, നിന്റെ പിതാവിനോട് സംസാരിക്കൂ. അതേസമയം കടലിനക്കരെ മീറീനിലെ കൗൺസിൽ റൂമിൽ ഡെനേറിസ് ടാർഗേരിയൻ തന്റെ വിശ്വസ്തരായ ഉപദേശകർക്കൊപ്പം ചർച്ചയിലാണ്. ബറിസ്താൻ സെൽമി, ഡാരിയോ നഹാരിസ്, സെർ ജോറ മോമണ്ട്, മിസാൻഡെയ്, ഗ്രേ വേം എന്നിവർ ചുറ്റും നിൽക്കുന്നു. ജോറ ഗൗരവത്തോടെ അറിയിച്ചു, കിങ് ജോഫ്രി ബറാത്തിയൻ മരിച്ചു. സ്വന്തം വിവാഹത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. ബറിസ്താൻ കൂട്ടിച്ചേർത്തു, യോ ഗ്രേസ്, നമ്മൾ മീരിനീസ് നാവികസേനയെ പിടിച്ചെടുത്തിരിക്കുന്നു. ഉടനെ ഡാരിയോ തിരുത്തി, സെക്കൻഡ് സൺസ് ആണ് മീരിനീസ് നാവികസേനയെ പിടിച്ചെടുത്തത്. ഡെനേരീസ് ഗൗരവത്തോടെ ഡാരിയോയെ നോക്കി ചോദിച്ചു, ആരാണ് നിങ്ങളോട് നാവികസേനയെ പിടിച്ചെടുക്കാൻ പറഞ്ഞത്? ഡാരിയോ നിസ്സാരമായി മറുപടി പറഞ്ഞു, ആരും പറഞ്ഞില്ല. ഡെനേരീസ് വീണ്ടും ചോദിച്ചു, പിന്നെ എന്തിന് നിങ്ങളത് ചെയ്തു? അങ്ങേക്ക് കപ്പലുകൾ ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടു. ഡാരിയോ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഡെനേരീസ് ചോദിച്ചു, എത്ര കപ്പലുകളുണ്ട്? ബറിസ്താൻ മറുപടി നൽകി, 93, യോർ ഗ്രേസ്. എത്ര പേരെ അതിൽ കൊണ്ടുപോകാൻ കഴിയും? ഡെനേരീസ് ചോദിച്ചു. കപ്പലിലെ ജോലിക്കാരെ കൂടാതെ 93,000 പേരെ, ബറിസ്താൻ കണക്കുകൂട്ടി പറഞ്ഞു. ഡെനേരീസ് ആവേശത്തോടെ ചോദിച്ചു, കിങ്സ് ലാൻഡിംഗ് പിടിച്ചെടുക്കാൻ അത് മതിയാകുമോ? ജോറ യാഥാർത്ഥ്യം ഓർമ്മിപ്പിച്ചു, ലാനിസ്റ്റർകൾക്ക് ഇതിലും കൂടുതൽ സൈന്യമുണ്ട്. എന്നാൽ ബറിസ്താൻ അതിനെ എതിർത്തു. വർഷങ്ങളായി അവർ ജോഫ്രിയുടെ യുദ്ധങ്ങൾ നയിക്കുകയാണ്. അവർ ക്ഷീണിതരാണ്, ചിതറിക്കിടക്കുകയാണ്. ഇപ്പോൾ അവരുടെ രാജാവും മരിച്ചു. 8,000 അൻസുലീഡും 2,000 സെക്കൻഡ് സൺസും ബ്ലാക്ക് വാട്ടർ ബേയിലേക്ക് കടന്നുചെന്ന മുന്നറിയിപ്പില്ലാതെ കോട്ടവാതിലുകൾ തകർക്കും. ജോറ സംശയത്തോടെ പറഞ്ഞു, പറയാൻ പ്രയാസമാണ്. ഒരുപക്ഷേ മതിയാകുമായിരിക്കും. പക്ഷെ നമ്മൾ പോരാടുന്നത് അങ്ങയെ കിങ്സ് ലാൻഡിംഗിലെ രാജ്ഞിയാക്കാൻ മാത്രമല്ല. 10,000 പേരെക്കൊണ്ട് വെസ്റ്ററോസ് കീഴടക്കാൻ കഴിയില്ല. ബാരിസ്താൻ പറഞ്ഞു, നമ്മുടെ രാജ്ഞി നാരോസി കടന്നെത്തുമ്പോൾ പഴയ കുടുംബങ്ങൾ അവരുടെ അടുത്തേക്ക് ഒഴുകിയെത്തും. ജോറ അതിനെ ഖണ്ഡിച്ചു. വിജയിക്കുമെന്ന് ഉറപ്പുള്ളവരുടെ അടുത്തേക്ക് മാത്രമേ പഴയ കുടുംബങ്ങൾ ഒഴുകിയെത്തൂ. അതാണ് എപ്പോഴും പതിവ്. ജോറ എഴുന്നേറ്റ് നിന്ന് തുടർന്നു, യുങ്കയിൽ നിന്ന് മറ്റു ചില വാർത്തകളുണ്ട്. അങ്ങയുടെ ഭരണം നടപ്പിലാക്കാൻ അവിടെ അൺസലീഡ് ഇല്ലാത്തതിനാൽ വൈസ് മാസ്റ്റേഴ്സ് നഗരത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിച്ചു. അവിടെ അവശേഷിച്ച സ്വതന്ത്രരെ അവർ വീണ്ടും അടിമകളാക്കി അങ്ങയോട് പ്രതികാരം ചെയ്യാൻ പ്രതിജ്ഞയെടുത്തിരിക്കുന്നു. ആസ്റ്റപ്പോറിലാണെങ്കിൽ അങ്ങ് നിയമിച്ച കൗൺസിലിനെ ക്ലിയോൺ എന്നൊരു അറപ്പുകാരൻ അട്ടിമറിച്ചു. അയാൾ സ്വയം ഹിസ് ഇംപീരിയൽ മാജസ്റ്റി എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് കേട്ട ഡെനേരീസിന്റെ മുഖം മങ്ങി. അവൾ എല്ലാവരോടുമായി പറഞ്ഞു, ദയവായി എന്നെ ഒന്ന് തനിച്ചുവിടൂ.
ജോറ, നീ പോകണ്ട. ഗ്രേവ് വോം, മിസൻഡെയ്, ഡാരിയോ, ബാരിസ്ഥാൻ എന്നിവർ പുറത്തേക്ക് പോയി. ഡെനരീസ് നിരാശയോടെ പറഞ്ഞു, സ്ലേവേഴ്സ് ബേയിലെ എന്റെ വിമോചനം ഞാൻ ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നില്ലെന്ന് തോന്നുന്നു. ജോറ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങേക്ക് വെസ്റ്ററോസിലേക്ക് കപ്പൽ കയറാം, ഇതെല്ലാം പിന്നിലുപേക്ഷിക്കാം. ഒരു ചെറിയ കുട്ടിയാണ് ഇപ്പോൾ അയൺ ത്രോണിൽ ഇരിക്കുന്നത്. അവകാശമില്ലാത്ത ഒരു ജാരസന്തതിയാണ് അതെന്ന് പലരും വിശ്വസിക്കുന്നു. അവർ ഇത്രയധികം ദുർബലരായ ഒരു സമയം വേറെയില്ല. ഡെനരീസ് പഴയൊരു കാര്യം ഓർമ്മിപ്പിച്ചു. കാർത്തിൽ വെച്ച് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നതിനെതിരെ നീയൊരിക്കൽ എന്നെ ഉപദേശിച്ചിരുന്നു. അന്ന് ഞാനത് കേട്ടില്ല, പക്ഷെ അതെല്ലാം നന്നായി കലാശിച്ചു. ജോറ ഒന്ന് ചിരിച്ചു. ഡെനരീസ് ചോദിച്ചു, സ്ലേവേഴ്സ് ബേയെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ 7 സാമ്രാജ്യങ്ങളെ ഞാൻ എങ്ങനെ ഭരിക്കും? എന്തിനാണ് ആരെങ്കിലും എന്നെ വിശ്വസിക്കുന്നത്? ജോറ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, അങ്ങൊരു ടാർഗാരിയനാണ്. അങ്ങ് മദർ ഓഫ് ഡ്രാഗൺസാണ്. ഡെനേരീസിന്റെ കണ്ണുകളിൽ തീക്ഷ്ണത നിറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്ക് അതിലും വലുതാകണം. ഞാൻ മോചിപ്പിച്ചവരെ വീണ്ടും ചങ്ങലകളിലേക്ക് വഴുതി വീഴാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ വെസ്റ്ററോസിലേക്ക് കപ്പൽ കയറുന്നില്ല. പിന്നെ എന്തു ചെയ്യും? ജോറ ചോദിച്ചു. ഡെനേരീസ് പറഞ്ഞു, രാജ്ഞിമാർ ചെയ്യുന്നത് ഞാൻ ചെയ്യും. ഞാൻ ഭരിക്കും. അവൾ ദൃഢനിശ്ചയത്തോടെ ബാൽക്കണിയിലേക്ക് നടന്നു. ദൂരെ ദി ഈരിയുടെ കവാടത്തിനു പുറത്ത് സൻസ സ്റ്റാർക്കും ലോർഡ് പെറ്റിയർ ലിറ്റിൽ ഫിംഗർ ബേലിഷും എത്തിച്ചേർന്നു. മലനിരകൾക്കിടയിലെ പാതയിലൂടെ അവർ നടന്നു. ലിറ്റിൽ ഫിംഗർ നിർദ്ദേശിച്ചു, നിന്റെ ശിരോവസ്ത്രം ശരിക്കും വലിച്ചിടൂ. ഓർമ്മിക്കപ്പെടുന്ന നിറമാണത്. സൻസ ചോദിച്ചു, പക്ഷെ അവരെങ്ങനെ അറിയാനാണ്? ലിറ്റിൽ ഫിംഗർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പാവപ്പെട്ട മനുഷ്യർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളേതാണെന്ന് നിനക്കറിയാമോ? ഒരിക്കലും അവർക്ക് കാണാൻ കിട്ടാത്ത പണക്കാരായ പെൺകുട്ടികളെക്കുറിച്ചുള്ള കഥകൾ. സൻസ തന്റെ മുഖം മറച്ചു. അവൾ ചോദിച്ചു, ഈരിയിലേക്ക് പോകാൻ ഈയൊരു വഴി മാത്രമേയുള്ളോ? ലിറ്റിൽ ഫിംഗർ വിശദീകരിച്ചു, മലനിരകൾ കടക്കാൻ കഴിയില്ല. ഈരിയിലേക്കെത്തണമെങ്കിൽ ബ്ലഡി ഗേറ്റ് കടന്നേ തീരൂ. നിന്റെ സൈന്യം എത്ര വലുതാണെന്നത് ഒരു വിഷയമല്ല. ഈ ഗേറ്റ് ആക്രമിക്കണമെങ്കിൽ ഈ റോഡിലൂടെ വരണം. 3 പേർക്ക് മാത്രം ഒരേ സമയം നടക്കാൻ കഴിയുന്ന വഴിയിൽ വെച്ച് ആടുകളെപ്പോലെ അവർ അറുകൊല ചെയ്യപ്പെടും. വെയിലിലെ ആദ്യത്തെ പ്രഭുക്കന്മാർക്ക് അധികമൊന്നുമുണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് ഈ മലനിരകളുണ്ടായിരുന്നു. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്കറിയാമായിരുന്നു. കവാടത്തിനരികിൽ നിന്ന് നൈറ്റ് ഉറക്കെ ചോദിച്ചു, ആരാണ് ബ്ലഡി ഗേറ്റ് കടക്കാൻ വരുന്നത്? ലിറ്റിൽ ഫിംഗർ മറുപടി നൽകി, ലോർഡ് പെറ്റിയർ ബേലിഷും അദ്ദേഹത്തിന്റെ അനന്തരവൾ അലൈനും. കാവൽക്കാർ ജാഗരൂകരായി. നൈറ്റ് ബഹുമാനത്തോടെ പറഞ്ഞു, സ്വാഗതം ലോർഡ് ബേലിഷ്. വലിയ ശബ്ദത്തോടെ ഗേറ്റ് തുറന്നു. ലിറ്റിൽ ഫിംഗറും സൻസായും അതിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. ഈരിയിലെ ത്രോൺ റൂമിൽ ലൈസ ആരിന്റെ മടിയിൽ റോബിൻ ആരിൻ ഇരിക്കുന്നു. വാതിൽ തുറന്ന് ലിറ്റിൽ ഫിംഗറും സൻസായും കടന്നുവന്നപ്പോൾ റോബിൻ ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ലിറ്റിൽ ഫിംഗർ ഒരു സമ്മാനം പുറത്തെടുത്തു. അതൊരു സ്ഫടികപക്ഷിയായിരുന്നു. സന്ദർശകരെ സ്വീകരിക്കാനായി ലൈസ താഴേക്കിറങ്ങി. അവൾ പറഞ്ഞു, മനോഹരമായ കുട്ടിക്ക് മനോഹരമായ സമ്മാനം. സൻസ വിനയത്തോടെ പറഞ്ഞു, ലേഡി ആരനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. എന്റെ പേര്. ലൈസ പെട്ടെന്നിടപെട്ടു. ഓ, ആ ശിരോവസ്ത്രം ഒന്ന് മാറ്റൂ കുട്ടി. നീ ആരാണെന്ന് എനിക്കറിയില്ലെന്ന് കരുതിയോ? നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ഞാൻ അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചത്. ലൈസ സൻസായുടെ അടുത്തേക്ക് നടന്ന് അവളുടെ മുഖം വെളിപ്പെടുത്തി. സ്നേഹത്തോടെ മുഖത്തു തൊട്ടു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. എന്റെ ചോര, ലൈസ പറഞ്ഞു. സൻസ പറഞ്ഞു, അങ്ങേ കണ്ടുമുട്ടിയതിൽ സന്തോഷം. നീ ഇവിടെയുണ്ടെന്ന് ആരും അറിയരുത്. അത് നമ്മളെ വലിയ അപകടത്തിലാക്കും. ഞാൻ ഒരിക്കലും പറയില്ല, സൻസ ഉറപ്പു നൽകി. ലൈസ പറഞ്ഞു, ലാനിസ്റ്റർക്കൾക്ക് നമ്മളെ നശിപ്പിക്കണം. അവർ വർഷങ്ങളായി അതിന് ശ്രമിക്കുകയാണ്. റോബിൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, അവർ നിന്റെ അമ്മയെ കൊന്നെന്നും സഹോദരന്റെ തലവെട്ടിയെന്നും അമ്മ പറഞ്ഞു. സൻസ സങ്കടത്തോടെ പറഞ്ഞു, അതെ, എന്റെ അച്ഛനെയും. റോബിൻ പറഞ്ഞു, എന്റെ അച്ഛനെയും അവർ വിഷം കൊടുത്തു കൊന്നു. എനിക്ക് ആ കുളളൻ ലാനിസ്റ്ററിനെ പറപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ സമ്മതിച്ചില്ല. സൻസ അത്ഭുതത്തോടെ ചോദിച്ചു, അവനെ പറപ്പിക്കാനോ? മൂൺഡോറിലൂടെ, റോബിൻ പറഞ്ഞു. അവൻ തന്റെ കയ്യിലിരുന്ന സ്ഫടികപക്ഷിയെ തറയിലെ ദ്വാരത്തിലൂടെ താഴേക്കിട്ടു. അത് വായുവിലേക്ക് അപ്രത്യക്ഷമായി. റോബിൻ സന്തോഷത്തോടെ ചിരിച്ചു. ലൈസ പറഞ്ഞു, എല്ലാത്തിനും പുറമെ ആ വൃത്തികെട്ട ട്രോളിനെ വിവാഹം കഴിക്കാൻ അവർ നിന്നെ നിർബന്ധിക്കുകയും ചെയ്തു. സൻസ പറഞ്ഞു, അതെ, അവർ ഞങ്ങളെ 2 പേരെയും നിർബന്ധിച്ചു. ലോർഡ് ടിരിയന് താൽപ്പര്യമില്ലായിരുന്നു. ലൈസ അത് വിശ്വസിച്ചില്ല. ഞാനത് വിശ്വസിക്കില്ല. അവൻ നിന്നെ ബലമായി കീഴ്പ്പെടുത്തിയോ? ഞങ്ങൾ ഒരിക്കലും. സൻസ പറഞ്ഞു തുടങ്ങി. ലൈസ തൃപ്തിയോടെ പറഞ്ഞു, നല്ലത്. റോബിൻ, ഇത് നിന്റെ കസിൻ സാൻസ ആണ്. പക്ഷേ അങ്കിൾ പെറ്റീറിന്റെയും എന്റെയും മുന്നിലല്ലാതെ മറ്റാരുടെ മുന്നിലും അവളെ സാൻസ എന്ന് വിളിക്കരുത്. മനസ്സിലായോ? സാൻസ, ഇതാണ് എന്റെ മകൻ റോബിൻ. സൻസ പറഞ്ഞു, നിന്നെ കണ്ടതിൽ സന്തോഷം റോബിൻ. ലൈസ ഉത്തരവിട്ടു. റോബിൻ, സാൻസായിക്ക് അവളുടെ മുറി കാണിച്ചു കൊടുക്ക്. പിൻവശത്തെ പടികൾ വഴി പോകൂ. റോബിൻ സാൻസായെ കൈപിടിച്ചു കൊണ്ടുപോയി. അവർ പോയ ഉടനെ ലൈസ ലിറ്റിൽ ഫിംഗറിനെ ആവേശത്തോടെ ചുംബിച്ചു. എന്താ ഇത്ര വൈകിയത്? ലൈസ ചോദിച്ചു. ലിറ്റിൽ ഫിംഗർ മറുപടി പറഞ്ഞു,
കിങ് ടോമിന്റെ സ്ഥാനാരോഹണം ക്രമീകരിക്കേണ്ടി വന്നു. സാൻസായെ രക്ഷിക്കണമായിരുന്നു. അവളെ ജീവനോടെ ഇവിടെ എത്തിക്കണമായിരുന്നു. ഇന്ന് വൈകുന്നേരം നമ്മൾ അവൾക്കായി വേണ്ടതിലധികം സമയം ചിലവഴിച്ചു. അവൾ വീണ്ടും അദ്ദേഹത്തെ ചുംബിച്ചു. നമുക്കിന്ന് രാത്രി വിവാഹം കഴിക്കാം, ലൈസ ആവശ്യപ്പെട്ടു. ലിറ്റിൽ ഫിംഗർ ചോദിച്ചു. ചടങ്ങിനെക്കുറിച്ച് നമുക്ക് വെയിലിലെ പ്രഭുക്കന്മാരെ അറിയിക്കേണ്ടതല്ലേ? ലൈസ പുച്ഛത്തോടെ പറഞ്ഞു. വേലിൽ ഒരേയൊരു പ്രഭുവേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തുലയട്ടെ. എന്റെ ഭർത്താവ് മരിച്ച നിമിഷം മുതൽ കഴുകന്മാരെപ്പോലെ എന്റെ പടിവാതിൽക്കൽ പതുങ്ങിയിരിക്കുകയാണ് അവർ എന്നെ സ്വന്തമാക്കാൻ. ലിറ്റിൽ ഫിംഗർ മടിച്ചു. നമ്മൾ കാത്തിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈസ പറഞ്ഞു. എന്റെ കാത്തിരിപ്പ് അവസാനിച്ചു പെറ്റർ. വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ ആദ്യ രാത്രി കഴിഞ്ഞതാണ്. അതോ അങ്ങ് മറന്നോ? ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുന്നു, ലിറ്റിൽ ഫിംഗർ പറഞ്ഞു. ലൈസ വികാരഭരിതയായി പറഞ്ഞു. ഞാൻ അങ്ങേക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വേറെ ഏത് ഭാര്യ ചെയ്യും? ഞാൻ അങ്ങയെ വിശ്വസിച്ചതുപോലെ ഏത് ഭാര്യ വിശ്വസിക്കും? അങ്ങ് തന്ന ആ തുള്ളിമരുന്ന് എന്റെ ഭർത്താവിന്റെ ജോണിന്റെ വീഞ്ഞിലൊഴിക്കാൻ പറഞ്ഞപ്പോൾ, കാറ്റിന് അത് ചെയ്തത് ലാനിസ്റ്റർകളാണെന്ന് കത്തെഴുതാൻ പറഞ്ഞപ്പോൾ, അവളുടെ വായടപ്പിക്കാൻ ലിറ്റിൽ ഫിംഗർ അവളെ ഗാഢമായി ചുംബിച്ചു. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു. ആ കൃത്യം കഴിഞ്ഞുപോയി. ഒന്നുമല്ലാതായി മാറിയ കാര്യമാണത്. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രമേ അത് വീണ്ടും സത്യമായി മാറുകയുള്ളൂ. ലൈസ തലയാട്ടി. എങ്കിൽ ഇന്ന് രാത്രി തന്നെയാകട്ടെ, ലിറ്റിൽ ഫിംഗർ സമ്മതിച്ചു. ലൈസ സന്തോഷത്തോടെ ചിരിച്ചു. ലിറ്റിൽ ഫിംഗർ പറഞ്ഞു. ഞാനൊന്ന് കുളിച്ച് വേഷം മാറട്ടെ. ഞാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉടനെ സെപ്റ്റനെ വിളിപ്പിക്കാം. ലൈസ വാതിൽ തുറന്ന് സെപ്റ്റനെ അകത്തേക്ക് കൊണ്ടുവന്നു. ലൈസ പറഞ്ഞു. ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ ഉറക്കെ നിലവിളിക്കും. നാരോ സീക്ക് അപ്പുറം വരെ കേൾക്കാൻ പാകത്തിന് ഞാൻ നിലവിളിക്കും. അതേസമയം സാൻസയുടെ മുറിയിൽ അവൾ കിടക്കയിൽ കിടക്കുകയായിരുന്നു. ലൈസയുടെ ഉച്ചത്തിലുള്ള നിലവിളികളും ശബ്ദങ്ങളും അവൾക്ക് കേൾക്കാം. സാൻസ അതൊന്നും കേൾക്കാതിരിക്കാൻ ശ്രമിച്ചു. കിങ്സ് ലാൻഡിംഗിൽ ടൈവിനിന്റെ മുറിയിൽ അദ്ദേഹവും സെർസിയും സംസാരിക്കുകയാണ്. ടൈവിൻ ചോദിച്ചു. നിന്റെ മനസ്സിൽ എന്ന് വിവാഹം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്? സെർസി പറഞ്ഞു. സാഹചര്യം അനുവദിക്കുന്നത്ര വേഗത്തിൽ. സഹോദരന്റെ മരണമാചരിക്കാൻ ടോമനും ഭർത്താവിന്റെ മരണമാചരിക്കാൻ മാർഗേറിക്കും സമയം നൽകിയതിനുശേഷം 2 ആഴ്ച, ടൈവിൻ ചോദിച്ചു. അതൊരു ന്യായമായ സമയമാണ്, സെർസി പറഞ്ഞു. ടൈവിൻ കർശനമായി പറഞ്ഞു. ജഗ്ലർമാരില്ല, കുള്ളന്മാരുടെ അഭ്യാസങ്ങളില്ല, 77 വിഭവങ്ങളുള്ള സദ്യയില്ല. സെർസി തലയാട്ടി സമ്മതിച്ചു. ടൈവിൻ ചോദിച്ചു. ലോറാസുമായുള്ള നിന്റെ വിവാഹമോ? ടോമനിന്റെ കഴിഞ്ഞ് അധികം വൈകാതെ, സെർസി പറഞ്ഞു. ടൈവിൻ പറഞ്ഞു. നിനക്കവരെ ഇഷ്ടമല്ലെന്നെനിക്കറിയാം. നിന്റെ ഭർത്താവിനെയും എനിക്കിഷ്ടമല്ലായിരുന്നു. എന്നെ പുറത്തു തട്ടുമായിരുന്നു അയാൾ. എനിക്കയാളെ വിശ്വാസമില്ലായിരുന്നു. സെർസി പറഞ്ഞു. ആ കാര്യത്തിൽ നമുക്ക് ഒരേ അഭിപ്രായമായിരുന്നു. ടൈവിൻ ഉപദേശിച്ചു. നമ്മൾ വിശ്വസിക്കുന്നവരുമായി സഖ്യമുണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? സെർസി ചോദിച്ചു. ടൈവിൻ പറഞ്ഞു. നമ്മളെ മാത്രം. ടൈവിൻ പറഞ്ഞു. വിഭവങ്ങളുടെ കാര്യത്തിൽ ടൈറൽസ് മാത്രമാണ് നമ്മുടെ ഒരേയൊരു എതിരാളികൾ. അവരെ നമ്മുടെ കൂടെ നിർത്തേണ്ടത് ആവശ്യമാണ്. ടൈവിൻ ചോദിച്ചു. കഴിഞ്ഞ വർഷം വെസ്റ്റർലാൻഡ്സിൽ നിന്ന് എത്ര സ്വർണം ഖനനം ചെയ്തുവെന്ന് നിനക്കറിയാമോ? ഒരു പിടിയുമില്ല, സെർസി പറഞ്ഞു. ടൈവിൻ നിർബന്ധിച്ചു. പറയൂ, നിന്റെ ഊഹം. പൗണ്ടുകളാണോ, ടണ്ണുകളാണോ, ഔൺസുകളാണോ? സെർസി ചോദിച്ചു. ടൈവിൻ പറഞ്ഞു. അതൊന്നും വിഷയമല്ല. ഉത്തരം ഒന്നുതന്നെയാണ്. സെർസി അവിശ്വസനീയതയോടെ പറഞ്ഞു. അത് സംഭവിക്കാൻ വഴിയില്ല. ടൈവിൻ വെളിപ്പെടുത്തി. നമ്മുടെ അവസാനത്തെ ഖനിയും 3 വർഷം മുൻപ് വറ്റിപ്പോയി. പിന്നെ എങ്ങനെയാണ് നമ്മൾ ചിലവുകൾ നടത്തുന്നത്? സെർസി ചോദിച്ചു. ടൈവിൻ പറഞ്ഞു. ബ്രാവോസിലെ അയറൺ ബാങ്കിന് രാജകൊട്ടാരം വലിയൊരു തുക നൽകാനുണ്ട്. എത്ര? സെർസി ചോദിച്ചു. വളരെയധികം, ടൈവിൻ പറഞ്ഞു. സെർസി ചോദിച്ചു. അയൺ ബാങ്കിൽ സംസാരിക്കാൻ കഴിയുന്ന ആരെങ്കിലും കാണില്ലേ, എന്തെങ്കിലും ധാരണയിലെത്താൻ? ടൈവിൻ പറഞ്ഞു. അയൺ ബാങ്ക് എന്നാൽ അയൺ ബാങ്കാണ്. അവിടെ ആരെങ്കിലും എന്നൊന്നില്ല. സെർസി വാദിച്ചു. ആരെങ്കിലും അവിടെ ജോലി ചെയ്യുന്നുണ്ടാകുമല്ലോ. അത് ആളുകൾ ചേർന്നതല്ലേ? ടൈവിൻ പറഞ്ഞു. ഒരു ക്ഷേത്രം കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കല്ല് തകരുമ്പോൾ മറ്റൊന്ന് ആ സ്ഥാനമെടുക്കും. 1000 വർഷമോ അതിലധികമോ ആ ക്ഷേത്രം നിലനിൽക്കും. അയൺ ബാങ്ക് അതാണ്, ഒരു ക്ഷേത്രം. നമ്മളെല്ലാം അതിന്റെ നിഴലിലാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മളിൽ ആരും അതറിയുന്നില്ല. നിങ്ങൾക്ക് അവരിൽ നിന്ന് ഓടിപ്പോകാൻ കഴിയില്ല. അവരെ പറ്റിക്കാൻ കഴിയില്ല. ഒഴികഴിവുകൾ പറഞ്ഞ് അവരെ മാറ്റാൻ കഴിയില്ല. നിങ്ങൾ അവർക്ക് പണം നൽകാനുണ്ടെങ്കിൽ, നിങ്ങൾ തകരാതിരിക്കണമെങ്കിൽ അത് തിരിച്ചു നൽകിയേ തീരൂ. ടൈറൽസിനെ രാജകൊട്ടാരവുമായി ബന്ധിപ്പിക്കുന്നത് ഈ കാര്യത്തിൽ വലിയ സഹായമാകും. സെർസി പറഞ്ഞു. ഇത് കുടുംബത്തിന്റെ നന്മയ്ക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. രാത്രി വെസ്റ്ററോസിലെ കാട്ടിൽ ആര്യ സ്റ്റാർക്കും സാൻഡോർ ദ ഹൗണ്ട് ക്ലെഗെയിനും തീക്കനലിനരികിൽ കിടക്കുകയാണ്. ദ ഹൗണ്ട് അസ്വസ്ഥനായി ചോദിച്ചു. നീയൊന്ന് വായടയ്ക്കുമോ? ആര്യ പറഞ്ഞു. ആ പേരുകൾ പറയാതെ എനിക്കുറങ്ങാൻ കഴിയില്ല. ദ ഹൗണ്ട് ചോദിച്ചു. വെസ്റ്ററോസിലെ സകല മനുഷ്യരുടെയും പേര് നീ പറയുമോ? ആര്യ പറഞ്ഞു. ഞാൻ കൊല്ലാൻ പോകുന്നവരുടെ പേരു മാത്രം. ദ ഹൗണ്ട് ചിരിച്ചു. വെറുപ്പ് ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന നല്ലൊരു ഘടകമാണ്.
മിക്കതിനേക്കാളും നല്ലത്. എന്റെ സഹോദരനെ കണ്ടുമുട്ടിയാൽ നമുക്ക് രണ്ടുപേർക്കും പട്ടികയിൽ നിന്ന് ഓരോ പേര് വെട്ടാം. ആര്യ ചോദിച്ചു, അയാൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തു ചെയ്യുമായിരുന്നു? ദി ഹൗണ്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം ഉറങ്ങാൻ വേണ്ടി ആ വായടയ്ക്കാൻ ഞാൻ അവനോട് പറയുമായിരുന്നു. വേഗം പറഞ്ഞു തീർക്ക് നിന്റെ ആ നാശത്തിന്റെ പട്ടിക. ആര്യ പറഞ്ഞു, തീരാറായി. ഇനി ഒരു പേരുകൂടിയേ ഉള്ളൂ, പറ. ദ ഹൗണ്ട് പറഞ്ഞു. ആര്യ അയാളെ നോക്കി പറഞ്ഞു, ദ ഹൗണ്ട്. രാത്രി ഏരിയയിലെ ഡൈനിംഗ് റൂമിൽ ലൈസ സാൻസായിക്ക് മധുരപലഹാരം വിളമ്പുന്നു. ലൈസ പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് മധുരം വലിയ ഇഷ്ടമായിരുന്നെന്ന് നിനക്കറിയാമോ? അത്താഴസമയത്ത് അവൾ നേരെ തേൻ കേക്കുകളിലേക്കും ബദാം മിഠായികളിലേക്കും കസ്റ്റാർഡിലേക്കും പോകുമായിരുന്നു. മധുരമുള്ള എന്തും. അവസാനം ഭക്ഷണം കഴിക്കുമ്പോൾ അവളെ ശ്രദ്ധിക്കാൻ നിന്റെ മുത്തച്ഛന് ഒരു സെപ്റ്റയെ ഏൽപ്പിക്കേണ്ടി വന്നു. കാറ്റ് ആദ്യത്തെ മകളായിരുന്നല്ലോ. അച്ഛന് അവൾക്കുവേണ്ടി നല്ലൊരു വിവാഹം ആലോചിക്കാൻ അവൾ സുന്ദരിയായിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അവളാണെങ്കിൽ തടിച്ചു വരികയായിരുന്നു. ലൈസ അവളുടെ കൈ പിടിച്ചു. സൻസ പറഞ്ഞു, നല്ല രുചിയുണ്ട്. ഈ നാരങ്ങ എവിടെ നിന്ന് കിട്ടി? ഇവിടെ ഇതൊന്നും വളരില്ലല്ലോ. ലൈസ പറഞ്ഞു, 3 പെട്ടി നാരങ്ങ കിങ്സ് ലാൻഡിങ്ങിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നിനക്ക് നാരങ്ങ കേക്ക് ഇഷ്ടമാണെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. അദ്ദേഹം വളരെ നല്ലവനാണ്. അദ്ദേഹത്തിന് നിന്നോട് വലിയ കരുതലാണ്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ നീ എവിടെയാകുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ പിടിയിൽ കൊലക്കുറ്റത്തിന് വിചാരണ നേരിടേണ്ടി വരുമായിരുന്നു. അതെ, ഞാൻ വളരെ ഭാഗ്യവതിയാണ്, സൻസ പറഞ്ഞു. നിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തബോധമുണ്ട്, ലൈസ പറഞ്ഞു. സൻസ പറഞ്ഞു, അതെ, എനിക്കറിയാം. എനിക്ക് വലിയ നന്ദിയുണ്ട്. പെട്ടെന്ന് ലൈസ ചോദിച്ചു, എന്തിനാണ് അദ്ദേഹത്തിന് നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം? സൻസ പരിങ്ങി, അതായത് ഞാൻ പകുതി ടല്ലിയാണല്ലോ. അങ്ങയുടെ കുടുംബത്തെ അദ്ദേഹം അത്രയധികം സ്നേഹിച്ചിരുന്നു. ലൈസ തിരുത്തി, നിന്റെ അമ്മയെ സ്നേഹിച്ചിരുന്നു. അല്ല, സൻസ പറഞ്ഞു. ലൈസ കടുപ്പിച്ചു പറഞ്ഞു. സൻസ പറഞ്ഞു, അദ്ദേഹം അങ്ങയെ സ്നേഹിക്കുന്നു, ആന്റ് ലൈസ. അദ്ദേഹം അങ്ങയെയാണ് വിവാഹം കഴിച്ചത്. ലൈസ പൊട്ടിത്തെറിച്ചു. നിന്റെ അമ്മ ഒരിക്കലും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നില്ല, ഒരിക്കലും. കാറ്റ് എപ്പോഴും ഏറ്റവും മധുരമുള്ളതിലേക്ക് പോകൂ. ഏറ്റവും ആകർഷണീയമായത്. നിന്റെ അങ്കിൾ ബ്രാൻഡൻ. നിന്റെ സുന്ദരനും അഹങ്കാരിയും ക്രൂരനുമായ അങ്കിൾ ബ്രാൻഡൻ. ഒരു ഡ്യുവലിൽ അവൻ പെറ്റിറിനെ കൊല്ലാൻ നോക്കി. എന്നിട്ടും നിന്റെ അമ്മ അവനെ സ്നേഹിച്ചു. ഇപ്പോൾ പെറ്റിർ സ്വന്തം ജീവൻ പണയം വെച്ച് നിന്നെ രക്ഷിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കാത്ത വേശ്യാലയത്തിലെ വേശ്യകളെപ്പോലെ അദ്ദേഹത്തെ കണ്ട ഒരു സ്ത്രീയുടെ മകളെ. അവരെക്കുറിച്ച് അദ്ദേഹം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, സൻസ ഭയത്തോടെ പറഞ്ഞു. ലൈസ സാൻസായുടെ കൈകളിൽ ശക്തിയായി മുറുക്കി. നീ ഗർഭിണിയാണോ? സൻസ ഞെട്ടി. അല്ല, ഞാൻ പറഞ്ഞല്ലോ. പെറ്റീറിനെക്കൊണ്ട് നീ നിന്റെ ശരീരം തൊടുവിച്ചോ? ഇല്ല. സൻസ കരയാൻ തുടങ്ങി. സൻസ പറഞ്ഞു, ഞാൻ കന്യകയാണ്. ലൈസ അലറി, എന്നോട് കള്ളം പറയരുത്. സൻസ വേദനയോടെ പറഞ്ഞു, അങ്ങ് എന്നെ വേദനിപ്പിക്കുന്നു. ലൈസ കൂടുതൽ മുറുക്കി, നീ കള്ളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. സാൻസ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ കന്യകയാണ്. ഞാൻ സത്യം ചെയ്യുന്നു. അദ്ദേഹം അങ്ങയെ സ്നേഹിക്കുന്നു. അദ്ദേഹം ഒരിക്കലും എന്നെ തൊട്ടിട്ടില്ല. ലൈസ എഴുന്നേറ്റ് സാൻസായെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുഴപ്പമില്ല, എല്ലാം ശരിയാകും. നീ ഉടനെ വിധവയാകും. രാജാവിനെ കൊന്നതിന് അവർ ആ കുള്ളനെ വധിക്കും. അതോടെ റോബിനെ വിവാഹം കഴിക്കാൻ നിനക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. നീ ലേഡി ഓഫ് ദ വെയിലാകും. പകൽ കിങ്സ് റോഡിലൂടെ ബ്രിയൻ ഓഫ് ടാർത്തും പോഡ്രിക് പെയിനും യാത്ര ചെയ്യുകയാണ്. പോഡ്രിക് കുതിരപ്പുറത്തിരിക്കാൻ പാടുപെടുന്നു. ബ്രിയൻ ചോദിച്ചു, കുതിരയെ ഓടിക്കാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ? പോഡ്രിക് പറഞ്ഞു, ഉണ്ട് മൈലേഡി, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ. പക്ഷേ ലോർഡ് ടിരിയന്റെ കൂടെ അതിന് അധികം ആവശ്യം വന്നില്ല. അദ്ദേഹം പല്ലക്കാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ബ്രിയൻ പറഞ്ഞു, ഒരുപക്ഷെ നീ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കണമായിരുന്നു. ഈ യാത്ര നിനക്ക് സുഖകരമായിരിക്കില്ല. കാലാവസ്ഥ അനുസരിച്ച് വോളിലെത്താൻ ആഴ്ചകളെടുക്കും. പോഡ്രിക് പറഞ്ഞു, അതൊരുപാട് ദൂരമാണല്ലോ. ബ്രിയൻ പറഞ്ഞു, ലേഡി സൻസായുടെ സഹോദരൻ കാസിൽ ബ്ലാക്കിലുണ്ട്. ഞാൻ അവളായിരുന്നെങ്കിൽ അങ്ങോട്ടായിരിക്കും പോകുക. നിനക്കെപ്പോൾ വേണമെങ്കിലും നിർത്താം. ഒരിക്കലുമില്ല മൈലേഡി, ഞാൻ അങ്ങയുടെ സ്ക്വയറാണ്, പോഡ്രിക് പറഞ്ഞു. ബ്രിയൻ പറഞ്ഞു, ഒരു സ്ക്വയറില്ലാതെ ഞാൻ ഈ ലോകത്ത് ഇത്രയും ദൂരമെത്തി. ഇപ്പോൾ എന്തിനാണ് ഒരാൾ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പോഡ്രിക് പറഞ്ഞു, ഞാൻ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട് മൈലേഡി. ബ്രിയൻ പറഞ്ഞു, ആ പ്രതിജ്ഞയിൽ നിന്ന് ഞാൻ നിന്നെ മോചിപ്പിക്കുന്നു. അതായത് നിനക്ക് പോകാം. ആര്യയും ദ ഹൗണ്ടും തമ്പടിച്ച സ്ഥലത്ത് രാവിലെ ദ ഹൗണ്ട് ഉണർന്നു നോക്കുമ്പോൾ ആര്യയെ കാണാനില്ല. അവൻ ഭയത്തോടെ ചുറ്റും നോക്കി. അടുത്തുതന്നെ ആര്യ തന്റെ വാളായ നീഡിൽ ഉപയോഗിച്ച് അഭ്യാസങ്ങൾ പരിശീലിക്കുന്നത് കണ്ടു. എന്താ ഈ കാണിക്കുന്നത്? ദ ഹൗണ്ട് ചോദിച്ചു. പരിശീലിക്കുന്നു, ആര്യ പറഞ്ഞു. ദ ഹൗണ്ട് പരിഹസിച്ചു. ആര്യ പറഞ്ഞു, ആരും എന്നെ കൊല്ലാൻ പോകുന്നില്ല. ദ ഹൗണ്ട് പറഞ്ഞു, ഇതുപോലെ തുള്ളിക്കളിച്ചാൽ അവർ കൊല്ലും. ഇത് യുദ്ധം ചെയ്യാനുള്ള രീതിയല്ല. ആര്യ പറഞ്ഞു, ഇത് യുദ്ധമല്ല, ഇത് വാട്ടർ ഡാൻസിംഗ് ആണ്. ദ ഹൗണ്ട് പുച്ഛിച്ചു. ഡാൻസിങ്ങോ? എങ്കിൽ നീ ഒരു ഉടുപ്പിട്ടോ? ആരാണ് നിന്നെ ഈ ചവറ് പഠിപ്പിച്ചത്?
ആര്യ പറഞ്ഞു, ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച വാൾപ്പയറ്റുകാരൻ. സീരിയോ ഫോറിൽ ഫസ്റ്റ് സോർഡ് ടു ദ സീ ലോർഡ് ഓഫ് ബ്രാവോസ്. ദ ഹൗണ്ട് ചിരിച്ചു. ബ്രാവോസ്. ആര്യ ദേഷ്യപ്പെട്ടു. നിനക്കെന്തറിയാം? അവൻ നിന്നെ എന്താണ് പഠിപ്പിച്ചതെന്ന് നോക്കാം. ആര്യ ദേഷ്യത്തോടെ നീഡിൽ ഉപയോഗിച്ച് ദ ഹൗണ്ടിന്റെ നെഞ്ചിൽ ആഞ്ഞുകുത്തി. പക്ഷെ അതവന്റെ കവചത്തിൽ തട്ടിനിന്നു. അവൻ അവളെ അടിച്ചു താഴെയിട്ടു. അവളുടെ വാൾ പിടിച്ചുവാങ്ങി അവൾക്ക് നേരെ പിടിച്ചു. അവൻ വാൾ തിരിച്ച് ആര്യായ്ക്ക് നൽകി. കിങ്സ് ലാൻഡിംഗിലെ പൂന്തോട്ടത്തിൽ ഓബറിൻ മാർട്ടിൽ എന്തോ എഴുതുകയാണ്. സെർസി കാവൽക്കാർക്കൊപ്പം അങ്ങോട്ട് വന്നു. യോർ ഗ്രേസ്. ഓബറിൻ എഴുന്നേറ്റു. സെർസി ചോദിച്ചു, കത്തെഴുതുകയാണോ? ഒരു കവിത, ഓബറിൻ പറഞ്ഞു. സെർസി പറഞ്ഞു, ഞാൻ അങ്ങേക്ക് പൂന്തോട്ടം കാണിച്ചു തരട്ടെ. അവർ നടന്നു. സെർസി ചോദിച്ചു, അങ്ങൊരു കവിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓബറിൻ പറഞ്ഞു, അത്ര നല്ല കവിയൊന്നുമല്ല. കാമുകിക്ക് വേണ്ടിയാണോ? സെർസി ചോദിച്ചു. എന്റെ ഒരു മകൾക്കു വേണ്ടി, ഓബറിൻ പറഞ്ഞു. എനിക്ക് 8 പെൺമക്കളുണ്ട്. സെർസി അത്ഭുതപ്പെട്ടു. 8ഓ? ഓബറിൻ പറഞ്ഞു, 5ാമത്തെയാൾ കുറച്ചു ബുദ്ധിമുട്ടുള്ളവളാണ്. എന്റെ സഹോദരി ഈലിയയുടെ പേരാണ് അവൾക്ക് നൽകിയത്. സെർസി പറഞ്ഞു, മനോഹരമായ പേര്. ഓബറിൻ പറഞ്ഞു, അതെ. പക്ഷെ സങ്കടപ്പെടാതെ എനിക്ക് ആ പേര് പറയാൻ കഴിയില്ല. സങ്കടം വന്നാൽ പിന്നെ എനിക്ക് ദേഷ്യം വരും. സെർസി പറഞ്ഞു, അതുകൊണ്ടായിരിക്കും അവൾ ബുദ്ധിമുട്ടുള്ളവളായത്. ദൈവങ്ങൾക്ക് അവരുടെ വിഡ്ഢി തമാശകൾ ഇഷ്ടമാണല്ലോ. ഓബറിൻ ചോദിച്ചു, ഏതാണാ തമാശ? സെർസി പറഞ്ഞു, അങ്ങ് ഡോണിലെ രാജകുമാരനാണ്. ഐതിഹാസിക പോരാളി. എല്ലാവരും ഭയക്കുന്ന ബുദ്ധിമാൻ. പക്ഷെ അങ്ങയുടെ സഹോദരിയെ രക്ഷിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞില്ല. ഞാൻ ലാനിസ്റ്ററാണ്. 19 വർഷമായി രാജ്ഞി. ഏറ്റവും ശക്തനായ മനുഷ്യന്റെ മകൾ. പക്ഷെ എന്റെ മകനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അധികാരം കൊണ്ട് എന്ത് ഗുണം? ഓബറിൻ പറഞ്ഞു, നമുക്കവർക്കുവേണ്ടി പ്രതികാരം ചെയ്യാം. അതെ, നമുക്ക് പ്രതികാരം ചെയ്യാം, സെർസി പറഞ്ഞു. ഓബറിൻ ചോദിച്ചു, ടിരിയൻ അങ്ങയുടെ മകനെ കൊന്നുവെന്ന് അങ്ങ് ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയാം, സെർസി പറഞ്ഞു. സംഭാഷണത്തിനൊടുവിൽ സെർസി പറഞ്ഞു, ലോകത്തിൽ എല്ലായിടത്തും അവർ ചെറിയ പെൺകുട്ടികളെ വേദനിപ്പിക്കുന്നു. എനിക്കുവേണ്ടി അവൾക്കൊരു സമ്മാനം നൽകുമോ? അവളുടെ പേരിടിൽ ചടങ്ങിന് ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഇനി എപ്പോഴാണ് അവളെ കാണുകയെന്നും എനിക്കറിയില്ല. അവൾ കടലിലെ ഒരു കപ്പൽ ചൂണ്ടിക്കാണിച്ചു. മിർസെല്ലയ്ക്ക് കടൽ വലിയ ഇഷ്ടമാണ്. അവളുടെ അമ്മ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. വടക്ക് ക്രാസ്റ്റേഴ്സ് കീപ്പിൽ ക്രൂരന്മാരായ വിമതർ മ്യൂട്ടിനിയസ് താവളമടിച്ചിരിക്കുന്നു. റാസ്റ്റ് ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നു. നൈറ്റ്സ് വാച്ചിലെ ലോക്ക് പതുങ്ങിയിരുന്ന് ഇതെല്ലാം കാണുന്നു. അകത്ത് ബ്രാൻ സ്റ്റാർക്ക്, മീര റീഡ്, ജോജൻ റീഡ്, ഹൊഡോർ എന്നിവർ ബന്ദികളാണ്. ജോജനൊരു ദർശനം ലഭിക്കുന്നു. ജോജൻ പറഞ്ഞു, മലമുകളിൽ ഒരു വലിയ വീർവുഡ് മരം. ബ്രാൻ, നീ അത് കണ്ടിട്ടുണ്ട്. അവൻ നിനക്കായി കാത്തിരിക്കുകയാണ്. ലോക്ക് തിരിച്ചെത്തി ജോൺ സ്നോവിനോട് വിവരം പറഞ്ഞു. 11 പേരുണ്ട്. മിക്കവരും മദ്യപിച്ചു കിടപ്പാണ്. നമുക്കവരെ എളുപ്പം തീർക്കാം. ഗ്രൻ പറഞ്ഞു, കാൽ ഫ്രീ ബോട്ടമിലെ വാടക കൊലയാളിയായിരുന്നു. കഠാരകൊണ്ട് അവൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലോക്ക് ചോദിച്ചു, ഞാൻ കഠാരകൊണ്ട് ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? രാത്രിയായി. നൈറ്റ്സ് വാച്ച് ആക്രമണം ആരംഭിച്ചു. അകത്ത് കാൽ ടാനർ മീറായെ ഉപദ്രവിക്കാൻ തുടങ്ങി. നിനക്ക് ഭംഗിയുള്ള മുടിയുണ്ടല്ലോ, കാൽ പറഞ്ഞു. അവൻ കഠാര പുറത്തെടുത്തു. ജോജൻ പറഞ്ഞു, എന്റെ സഹോദരിയെ വിട്ടാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. എനിക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. കാൽ പരിഹസിച്ചു, ഓഹോ, ഞാൻ ഇവളോട് എന്തു ചെയ്യുമെന്ന് നീ കണ്ടോ? ജോജൻ പറഞ്ഞു, ഇല്ല. പക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ മരിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങളുടെ ശരീരം കത്തുന്നതും മഞ്ഞു വീണ് നിങ്ങളുടെ അസ്ഥികൾ മൂടുന്നതും ഞാൻ കണ്ടു. പെട്ടെന്ന് പുറത്ത് യുദ്ധം തുടങ്ങി. നൈറ്റ്സ് വാച്ച് അവിടേക്ക് ഇരച്ചുകയറി. ലോക്ക് അകത്തു കടന്ന് ബ്രാനിന്റെ കെട്ടുകൾ അറുത്തു. പക്ഷേ ബ്രാനിനെ കണ്ടപ്പോൾ ലോക്കിന്റെ തനിനിറം പുറത്തുവന്നു. അവൻ ബ്രാനിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ലോക്ക് അവന്റെ വായ പൊത്തിപ്പിടിച്ചു. ഹൊഡോറിനെ ചങ്ങലയിൽ ബന്ധിച്ചിരുന്നു. ബ്രാൻ തന്റെ ശക്തി ഉപയോഗിച്ച് ഹൊഡോറിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ഹൊഡോറിന്റെ കണ്ണുകൾ വെളുത്തു. അവൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് ലോക്കിനെ പിടികൂടി. കഴുത്ത് ഞെരിച്ച് ലോക്കിനെ കൊന്നു. ബ്രാൻ പറഞ്ഞു, ജോജനെയും മീരായെയും മോചിപ്പിക്കൂ. പുറത്ത് ജോൺ സ്നോവും കാൾ ടാനറും തമ്മിൽ ഉഗ്രമായ പോരാട്ടം നടക്കുന്നു. ഇടുങ്ങിയ മുറിയിൽ വാളും കഠാരയും തമ്മിലുള്ള പോരാട്ടം. കാൾ ജോണിന്റെ മുഖത്ത് തുപ്പി അവനെ താഴെയിട്ടു. കൊല്ലാൻ തുനിഞ്ഞ കാളിനെ സിസ്സി എന്ന പെൺകുട്ടി പിന്നിൽ നിന്ന് കുത്തി. കാൾ തിരിഞ്ഞ് അവളെ കൊല്ലാൻ നോക്കിയപ്പോൾ ജോൺ തന്റെ വാളായ ലോങ് ക്ലോ കാളിന്റെ വായയിലൂടെ കുത്തിയിറക്കി. യുദ്ധം അവസാനിച്ചു. ജോൺ തന്റെ ഡയർവുൾഫായ ഗോസ്റ്റിനെ തിരിച്ചുപിടിച്ചു. ജോൺ ക്രാസ്റ്ററിന്റെ ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം. കാസിൽ ബ്ലാക്കിൽ സുരക്ഷിതരായിരിക്കാം. എന്നാൽ അവർ നിരസിച്ചു. അവർക്ക് ആ സ്ഥലം നശിപ്പിക്കണമെന്നുണ്ടായിരുന്നു. ക്രാസ്റ്റേഴ്സ് കീപ്പ് കത്തിച്ചാമ്പലായി. ആ തീജ്വാലകൾക്ക് മുന്നിൽ ജോണും കൂട്ടരും നിന്നു. വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിന്റെ മുന്നോടിയായി. എപ്പിസോഡ് അവസാനിക്കുന്നു.
ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.